ഇന്ന് ഞാൻ നമ്മുടെ ചേർപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തൃശ്ശൂരാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ചേർപ്പ് നമ്മുടെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ റൂട്ടിലാണ് ചേർപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ ഒരു കിഡിലൻ ഷോറൂം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഷോറൂമിൽ ഒരുപാട് കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഡീസലും പെട്രോളും 7 സീറ്ററൊക്കെ ആയിട്ട് ഒരുപാട് കാറുകൾ. അപ്പോൾ ഞാൻ സെലക്റ്റീവായിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 4 7 സീറ്റർ അടിപൊളി വണ്ടി. അപ്പോൾ അതിൽ തന്നെ 2 നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 ഇന്നോവ ക്രിസ്റ്റ കിടക്കുന്നുണ്ട്, പിന്നെ ഒരു എർട്ടിക കിടക്കുന്നുണ്ട്, പിന്നെ ഒരു ബൊലേറോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂം, അതിൻ്റെ ഓണർഷിപ്പ്, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 കാറുകൾ, സാധാ നോർമൽ കാറുകൾ, 1 ലക്ഷം രൂപയുടെ താഴെ വരുന്ന 8 ചെറുവണ്ടികളും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഈ ഷോറൂം എന്ന് പറയുന്നത്. അതായത് കാറുസൻ എന്ന് പറഞ്ഞ ഈ ഷോറൂം നമ്മുടെ അനിലേട്ടൻ്റെ ഷോറൂമാണ്. അപ്പോൾ താഴെ ഈ അനിലേട്ടൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിനെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടികളുടെ ബാക്കി കിടക്കുന്ന കാറുകളുടെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അറിയുകയും ചെയ്യാം. വളരെ റീസണബിൾ ആയിട്ടാണ് ആളെ വണ്ടികൾ കൊടുക്കാട്ടിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയിലേക്ക് പോവാം. ഇത് ആക്ച്വലി രജിസ്ട്രേഷൻ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. UP വണ്ടിയായിരുന്നു, ഇപ്പോൾ കേരളയിലേക്ക് മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ മെയിൻ ക്ലാസ് പോലും മാറാത്ത ഒരു രജിസ്ട്രേഷൻ വണ്ടി കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ വാഹനം വരുന്നത് 2016 സെഡ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. 2,12,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 15.25 ലക്ഷം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല ഒറിജിനൽ കേരള കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. വണ്ടി അത്രയും പക്ക നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ബാക്ക് സൈഡിലേക്ക് ആയാലും വേറെ കുഴപ്പമില്ല. സെൻറ്റർ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാഹനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് ഇതാണ്. 2018 മോഡൽ ക്രിസ്റ്റ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സെഡ് ഓട്ടോമാറ്റിക് തന്നെ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. വണ്ടിക്ക് വേറെ മേജർ റീപ്ലേസ് ഇല്ല. പക്ഷേ ഇത് ഒറിജിനൽ കേരള വണ്ടി ആട്ടോ. അപ്പോൾ കേരള വണ്ടിയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇതും ഈ പറഞ്ഞ പോലെ 2.25 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 16.5 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക് ഡീസൽ സെഡ് ഓട്ടോമാറ്റിക്. അതായത് ഒരുവിധം ഫുൾ ഓപ്ഷൻ മോഡലാണ് ഈ വണ്ടിയുടെ വരുന്നത്. അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇതിൻ്റെ നമ്പർ നല്ലതാണ്. KL8 BP 4800 നമ്പർ വരുന്നത്. ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ഈ 2 വാഹനങ്ങളാണ് നമ്മുടെ കയ്യിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ വരുന്നത് എർട്ടിഗയാണ് കേട്ടോ. അതും അത്യാവശ്യം നല്ലൊരു 7 സീറ്റർ ആണ്. ഈ ഒറിജിനൽ കേരളയിൽ വരുന്ന അടിപൊളി വണ്ടി. 2012 മോഡൽ. 12 മോഡലാണെങ്കിലും ഈ ഗ്രില്ല് ന്യൂ ഷേപ്പ് ഗ്രില്ല് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 2012 1,60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 3.5 ലക്ഷം രൂപയാണ് വണ്ടിക്ക് ചോദിക്കണം. പക്ഷെ ഇതിനൊരു കാര്യമുള്ളത്, വണ്ടി 6th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. പക്ഷെ വണ്ടി കാണുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണുമ്പോഴോ ഇത്രയും മാത്രം ഒരു ഓണർഷിപ്പ് ആയതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടോ കുറവുകളോ വണ്ടിക്ക് കാണാനില്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം. ഇനി നമുക്ക് നമ്മുടെ ആ ബൊലേറോ, അതായത് നിങ്ങൾക്കൊരു 4 7 സീറ്റർ കാണിക്കാറില്ല. അതിൽ ബൊലേറോ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബൊലേറോ ഇപ്പോൾ കാണിച്ചു തരാം. ബൊലേറോ 2012 മോഡൽ തന്നെയാണ് ബൊലേറോ വരുന്നത്. KL38 നിൽക്കുന്ന വണ്ടി. ഇതും വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സോ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും വരാത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം 1.60 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 4 ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 3.5 ലക്ഷം രൂപയാണ് ആ കൂടെ ചോദിക്കണേ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ വന്നിട്ടുള്ള 4 SUV മോഡൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 7 സീറ്റർ എന്ന് പറയുന്ന ഒരു 4 വണ്ടി. ഈ 4 വണ്ടികളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 1 ലാക്ക് ബഡ്ജറ്റിന് താഴെ വരുന്ന ഒരു 8 കാറുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് 1 ലക്ഷം രൂപയുടെ താഴെ നിങ്ങൾ ചെറിയ ഫാമിലി യൂസ്ഡ് കാറുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 1 ലക്ഷം രൂപ ബഡ്ജറ്റിൽ താഴെ വരുന്ന 8 കാറുകൾ. ഇനി വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വല്ല കാറുകൾ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഓണർ നമ്പർ കൊടുത്തിട്ട് പുള്ളിനെ വിളിച്ചാൽ മതി. സോ നമുക്ക് ചെറിയ കാറുകളിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് 1 ലാക്ക് ബഡ്ജറ്റുള്ള കാറുകൾ കുറച്ച് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നോക്കുക. അത് ഷോറൂമിൽ എടുക്കുന്ന കാരണം തന്നെ വണ്ടി വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ടി 2004 മോഡൽ 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ വാഗണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 75,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കണേ. പക്ഷേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇൻറ്റീരിയർ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു 2005 മോഡൽ വാഗണർ 90 രൂപ മാത്രമേ ചോദിക്കുള്ളൂ ഈ വണ്ടിക്ക്. KL8 AG. അപ്പോൾ 2005 വണ്ടി എന്ന് പറയുമ്പോൾ വേറെ ഗുണം കൂടി ഉണ്ട്. 2030 വരെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിരിക്കും.
90 രൂപ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതും 2005 മോഡൽ KL8 AF ആണ്. 9856 എന്ന് പറഞ്ഞ നമ്പർ 90 രൂപ തന്നെയാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു വണ്ടി. ഇതും 90 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വാഗണർ കാണിച്ചു, സെക്കൻഡ് വാഗണർ, തേർഡ് വാഗണർ കാണിച്ചു. ഇനി ഇതാ നല്ലൊരു സെന്ന്. ഈ സെന്നിൻ്റെ നമ്പർ കണ്ടോ നിങ്ങൾ, 4000 നമ്പറാണ്. അതായത് KL8 F 95 മോഡൽ 4000 എന്ന് പറഞ്ഞ നമ്പറിലാണ് കിടക്കുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് കിടക്കണം കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക. വണ്ടിയുടെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലായിട്ടുള്ളൂ. വെറും 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ കിടക്കണ അടിപൊളി സെന്ന് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകും. വെറും 50,000 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വിളിക്കുക. നല്ലൊരു അടിപൊളി വണ്ടി. ഇനി ദേ അവിടെ ഒരു വാഗണർ എടുക്കുന്നുണ്ട് കേട്ടോ. ആ വാഗണറിലേക്ക് നമുക്കൊന്ന് പോവാം. ആ വാഗണർ ദേ ഇതിൽ ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ക്യാമറ അതിൽ വരുന്നുണ്ട്. 2006 മോഡൽ റെഡ് കളർ വാഗണറാണ്. അത് KL8 AL 5003 നമ്പർ. നല്ല നമ്പറോട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കണം കേട്ടോ. വണ്ടി എല്ലാ ഫിനിഷിങ്ങിൽ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 1 ലക്ഷം രൂപയാണ് ആ കൂടെ ചോദിക്കുന്നത് കേട്ടോ. 1 ലാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. കാശ് അപ്പോൾ നമുക്ക് 2 1 ലാക്ക് ബഡ്ജറ്റ് കാറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഈ സെന്നാണ്. 85,000 രൂപ ചോദിക്കണം. 2002. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് MPFI എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. തേർഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ 85,000 രൂപയായിട്ട് ഈ സെന്ന് ചോദിക്കണം. ഇനി അപ്പുറത്തെ ഒരു സെന്നസ്റ്റിലോ ചെറുവണ്ടി എടുക്കുന്നുണ്ട്. നല്ല ഫ്രണ്ടിൽ നല്ല പുതിയ ടയറൊക്കെ ഇട്ടത് റെഡ് കളർ നല്ല ഭംഗിൻ്റെ വണ്ടി കാണാനായിട്ട്. വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. സെക്കൻഡ് ഓണർഷിപ്പിൽ ആ റെഡ് കളർ സിംഗിൾ ഓണർഷിപ്പാണ്. അപ്പോൾ സിംഗിൾ ഓണർ വണ്ടി അന്വേഷിച്ചിറങ്ങുന്നവർക്ക് സിമ്പിളായിട്ട് മേടിക്കാവുന്ന വണ്ടിയാണ്. നല്ല ഫാമിലി യൂസ്ഡ് അടിപൊളി വണ്ടിയാണ്. 1,40,040 വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ വണ്ടി കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഡെയിലി ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കാറ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വണ്ടി കാണിച്ചു തരാം. വീഡിയോ കട്ട് ചെയ്യണ്ട കേട്ടോ. ഡെയിലി ഡ്രൈവിന്, അതായത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഡീസൽ ഓട്ടോമാറ്റിക് കാറും കൂടെ ഞാൻ കാണിച്ചു തരാം. ആ കാർ കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ആ വാഹനം. 2014 മാനുഫാക്ചറിൽ 2015 രജിസ്ട്രേഷൻ വരുന്ന KL5 നിൽക്കണ അലോയ് വീല് കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ ഒരു ഓട്ടോമാറ്റിക് ടാറ്റയുടെ സെസ്റ്റ്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില വെറും 2,60,000 രൂപ മാത്രമാണ് ചോദിക്കണേ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. 1,34,000 കിലോമീറ്ററാണ് വണ്ടിയുടെ ഇത് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളൊരു ഡെയിലി കാർ ഓടിച്ചിറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇതുപോലൊരു ഓട്ടോമാറ്റിക് കാർ കിട്ടിയാൽ നമ്മുടെ ഡ്രൈവിംഗ് അത്രയും പക്കയായിരിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ലോങ് പോകാനും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും വണ്ടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഇതിൻ്റെ ഓണർ നമ്പറിനെ വേഗം വിളിക്കുക. നമ്മുടെ ചേർപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണാം. പോണ വഴിയിൽ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ കണ്ടതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തൊരു ഡീറ്റെയിൽ ചോദിച്ചാൽ മതി. അവർ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു തരും. സോ അടുത്തൊരു ഷോറൂമിലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്